ഇത് പ്രപഞ്ചം, ലോകനാഥനായ ദൈവത്തിൻ്റെ മഹാസൃഷ്ടികളുടെ ഈറ്റിൽ. ഇവിടെ മഹാനായ ദൈവത്തിന് മഹത്വം ചാർത്തിയ അതുല്യ സൃഷ്ടി മനുഷ്യരാശി. ആ മനുഷ്യരാശിയെ പേറുന്ന ഭൂമി, മറ്റു ഗ്രഹങ്ങൾ, ആകാശഗോളങ്ങൾ, മറ്റനവധി മായക്കാഴ്ചകൾ, ഇവയെല്ലാം ചേരുന്ന പ്രപഞ്ചം ഉദാത്തം, ഉത്കൃഷ്ടം. ഈ പ്രപഞ്ചം യൂണിവേഴ്സ് ഇൻകോർപ്പറേറ്റഡ് എന്ന ഒരു കമ്പനിയും ഗ്രഹങ്ങൾ അതിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ദൈവം തൻ്റെ കോൺഫറൻസ് റൂമിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തന നിലവാരം വിലയിരുത്തുകയാണ്. അതെ, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾക്ക് സുപരിചിതമായ അതേ വാക്ക്, അതേ പ്രക്രിയ, അപ്രൈസൽ. നിങ്ങൾക്കറിയാമല്ലോ, ഞാനാണ് യൂണിവേഴ്സ് ഇൻകോർപ്പറേറ്റിൻ്റെ HR ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. ഈ കമ്പനിയിൽ ചെറുതും വലുതുമായി മൊത്തം 9 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഉള്ളത്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തന നിലവാരം വിലയിരുത്താനുള്ള മീറ്റിംഗാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. പ്രവർത്തനം വിലയിരുത്തുന്നതിനായി കമ്പനി CEO മഹാനായ ദൈവം ഉടനെ ഇവിടെ എത്തുന്നതാണ്. അല്ലയോ മഹാമന്ത്രി, നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ അല്ലേ? അതെ പ്രഭു, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പക്ഷേ... എന്താണ് മന്ത്രി ഒരു പക്ഷേ? അല്ല, അത് പ്രഭു, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളായ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതെന്താ മഹാമന്ത്രി, ഭൂമിയെയും പ്ലൂട്ടോയെയും പറ്റി താങ്കളൊന്നും പറയാഞ്ഞത്? അല്ല പ്രഭു, ഞാൻ അതുതന്നെയാണ് പറഞ്ഞു വരുന്നത്. പ്ലൂട്ടോയുടെ കാര്യത്തിൽ ഒരു തർക്കം നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ നമുക്കിതുവരെ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്ലൂട്ടോയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, താങ്കൾ ഭൂമിയെപ്പറ്റി പറയൂ. എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? പ്രഭു, ഭൂമിയുടെ പ്രവർത്തനം വളരെ പരിതാപകരമാണ്. ആകെ മൊത്തം പ്രശ്നങ്ങളാണ് അവിടെ. എന്ത്? ഭൂമിയിൽ പ്രശ്നങ്ങളോ? ഈ കമ്പനി ഉണ്ടാക്കിയപ്പോൾ നാം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയർപ്പിച്ചിരുന്നത് ഭൂമിയിലായിരുന്നു. വിവേകശാലികളും ബുദ്ധിമാന്മാരുമായ ഒട്ടനവധി തൊഴിലാളികളെ നാം അവിടെ നിയോഗിക്കുകയും ചെയ്തിരുന്നല്ലോ. എന്നിട്ടും ഇത്രയധികം പ്രശ്നങ്ങളോ? അതേ രാജൻ, ഈ ബുദ്ധിയും വിവേകവും ഒക്കെ കൂടിയതാണ് അവിടുത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ആട്ടെ, എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങളെന്ന് നമുക്കൊന്ന് കാണണമല്ലോ മന്ത്രിമുഖ്യ. പ്രഭു, ഞാനത് അങ്ങയുടെ മായക്കണ്ണാടിയിലൂടെ കാണിച്ചു തരാം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം. പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറകൊള്ളുവതു കാണാം. ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയെ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. പലിശ പട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. പലിശ പട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. പിഞ്ചുമടിക്കുത്തമ്പതു പേർ ചേർന്നിരുപതു വെള്ളിക്കാശു കൊടുത്തിട്ടുഴുതു മറിക്കും കാഴ്ചകൾ കാണാം.
തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചു കരങ്ങൾ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. കിളിനാദം ഗതകാലം കനവിൽ നുണയും മൊട്ടക്കുന്നുകൾ കാണാം. കുത്തിപ്പായാൻ മോഹിക്കും പുഴവറ്റി വരണ്ടു കിടപ്പതു കാണാം, പുഴവറ്റി വരണ്ടു കിടപ്പതു കാണാം. വിളയില്ല തവളപ്പാടില്ല കൂറ്റൻ കുഴികൾ കുപ്പത്തറകൾ. എല്ലാവർക്കും തിമിരം, നമ്മൾ എല്ലാവർക്കും തിമിരം. ഇതൊക്കെയാണ് പ്രഭു ഭൂമിയിലെ പ്രശ്നങ്ങൾ. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അങ്ങ് ആരെയാണ് ഈ വിളിക്കുന്നത്? അങ്ങു തന്നെയല്ലേ ദൈവം? ഹോ, ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയി. പ്രഭു, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണണ്ടേ? നാം തീരുമാനിച്ചു കഴിഞ്ഞു, ഒരു പ്രളയം. എന്ത് പ്രളയമോ? അതെ, മഹാപ്രളയം. എല്ലാ തിന്മകളും ഇതോടുകൂടി അവസാനിക്കട്ടെ. നമ്മുടെ പ്രിയ ശിഷ്യൻ നോഹയെ വിളിക്കൂ മഹാമന്ത്രി. ഉത്തരവ്. പ്രണാമം മഹാപ്രഭു, കൽപ്പിച്ചാലും. നോഹ, നിന്റെ പെട്ടകം പൂർവ്വസ്ഥിതിയിൽ തന്നെ നിന്റെ കൈവശമില്ലേ? ഉണ്ട് പ്രഭു. കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയെന്നല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. നാം ഭൂമിയിൽ മഹാപ്രളയം സൃഷ്ടിക്കാൻ പോകുന്നു. നീ ഉടൻ തന്നെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഓരോ ജോഡി വീതം നിന്റെ പെട്ടകത്തിൽ കയറ്റുക. അവർ അവിടെ സുരക്ഷിതരായിരിക്കട്ടെ. പക്ഷേ പ്രഭു, ഒരു പ്രശ്നം. എന്തു പ്രശ്നം? മുൻപ് നാം പെട്ടകം സജ്ജമാക്കിയപ്പോൾ സ്ഥിതി ഇത്ര സങ്കീർണമായിരുന്നില്ല. അന്ന് എല്ലാ ജീവജാലങ്ങളുടെയും ഓരോ ജോഡിയെങ്കിലും കിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല ഭൂമിയിലെ അവസ്ഥ. നോഹ, ഭൂമിയിലെ അവസ്ഥയ്ക്ക് എന്തു മാറ്റമാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? മഹാപ്രഭു, അങ്ങ് സൃഷ്ടിച്ചത് കൂടാതെ ഇപ്പോൾ ഭൂമിയിൽ മറ്റനേകം ജീവജാലങ്ങളുണ്ട്. ഇവയൊക്കെ ക്ലോണിങ്ങിൻ്റെയും മറ്റ് കൃത്രിമ മാർഗങ്ങളുടെയും ഫലമായിട്ടുണ്ടായതാണ്. അവയുടെയൊക്കെ ജോഡി കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ... ഓഹോ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ? അല്ലയോ നോഹ, നിന്റെ ബുദ്ധിയിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ എന്തെങ്കിലും പോംവഴി? പ്രഭു, പണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നാം ആശ്രയിച്ചിരുന്നത് പണ്ഡിതരെയും ശാസ്ത്രകാരന്മാരെയും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് ഏത് പ്രശ്നവും ഫിക്സ് ചെയ്യാൻ കഴിവുള്ളത് ഭൂമിയിലെ IT വിദഗ്ധർക്കാണ്. അവരിൽ ശ്രേഷ്ഠനായ ഒരാളെ നമുക്ക് വിളിച്ചു നോക്കിയാലോ? ശരി, അങ്ങനെയാകട്ടെ. മഹാമന്ത്രി, ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠനായ IT വിദഗ്ധനെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരൂ. ഉത്തരവ്. പ്രഭു, ഇതാണ് ഭൂമിയിലെ ഏറ്റവും സമർത്ഥനായ IT വിദഗ്ധൻ. ഓഹോ, സ്വാഗതം. എന്താണ് മന്ത്രി ഇദ്ദേഹത്തിൻ്റെ നാമധേയം? പ്രഭു, സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ കാലഘട്ടമായതുകൊണ്ട് ഇയാൾ ഏതു പേര് വിളിച്ചാലും വിളി കേട്ടുകൊള്ളും. ശരി ശരി. മിസ്റ്റർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, താങ്കൾക്ക് ഭൂമിയിലെ പ്രശ്നങ്ങളെപ്പറ്റി അറിവുണ്ടാകുമല്ലോ അല്ലേ? ഈ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പ്രതിവിധി നിർദ്ദേശിക്കുവാൻ താങ്കൾക്കാകുമോ എന്ന് നമുക്കറിയണം. പ്രഭു, പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ അവയ്ക്ക് ശാശ്വതമായ ഒരു പ്രതിവിധി നിർദ്ദേശിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. സാധ്യമല്ലെന്നോ? എന്തുകൊണ്ട്? പ്രഭു, അങ്ങേക്കറിയില്ലേ, അക്കോർഡിംഗ് ടു ദ കൺസർവേഷൻ ലോ, എനർജി ഓർ ഫോർ ദറ്റ് മാറ്റർ എനിത്തിങ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതായത് ഒന്നിനെയും സൃഷ്ടിക്കാനോ ഒന്നിനെയും നശിപ്പിക്കാനോ മനുഷ്യനാവില്ല. ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഭൂമിയിലെ ഓരോ പ്രശ്നത്തിനും കാരണം മനുഷ്യൻ്റെ ഓരോ ജീവിത രീതികളാണ്. അതുകൊണ്ട് മനുഷ്യൻ ഉത്തരവാദിത്വത്തോടെ ജീവിച്ചാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റൂ. അല്ലാതെ
ഞാനോ എന്നെപ്പോലുള്ള മറ്റ് ശാസ്ത്രജ്ഞന്മാരോ IT വിദഗ്ധരോ ഒന്നും വിചാരിച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. അതെ, ഈ പ്രശ്നങ്ങൾക്കൊന്നും വെവ്വേറെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനില്ല. ഇവയെല്ലാം തന്നെ മനുഷ്യൻ അവൻ്റെ ജീവിത രീതിയിലൂടെ സൃഷ്ടിച്ചവയാണ്. പ്രകൃതിയോടിണങ്ങി സഹജീവികളെ സ്നേഹിച്ച് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ജീവിക്കാൻ മനുഷ്യൻ പഠിക്കേണ്ടിയിരിക്കുന്നു. സമയം ഇനിയും അതിക്രമിച്ചിട്ടില്ല. ഭൂമിയെ രക്ഷിക്കുവാൻ നമുക്ക് കൈകോർക്കാം. ഇതൊരു തുടക്കമാകട്ടെ. So come back as Jesus, come back and save the world. Bless all the future of every boy and girl. Come back as Rama, forgive us for what we've done. Come back as Allah.